ശേഷം അവരെന്നെ നിരന്തരം വേട്ടയാടുകയായിരുന്നു. അനിരുദ്ധൻ എന്ന് പറയുന്ന ഒരാൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. എവിടാ തന്നെ മോള്? വിളിക്കോളെ. ഞാനിവിടെ ഉണ്ട്. ആ, ഇപ്പഴാ എനിക്ക് നിന്നെ പിടികിട്ടിയത്. നിന്നെ അല്ലേടി 4 മാസം മുമ്പ് ഒരു മാരുതി വാനി ഉടുതുണിയില്ലാതെ ഞാൻ പൊക്കിയത്. 5-6 ചെറുപ്പക്കാര് പിള്ളേരും ഉണ്ടായിരുന്നല്ലോ കൂടെ, അല്ലേ? സാറ് വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത്. സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. വീട്ടിൽ മോളെ വെച്ച് ബിസിനസ് നടത്തിയിട്ടൊന്ന് കുറയ്ക്കുന്നു. പിടിച്ച് കയറണല്ലോ അതിനെ. നടക്കാലോ മക്കളെ. ആ, കറക്റ്റ് സമയത്ത് എത്തിയല്ലോ. മീഡിയ ജേർണലിസ്റ്റ് മോസ്റ്റ് വാണ്ടഡ് മിസ് നീന ചെറിയാൻ. ഞാനിവിടെ അച്ഛനും മകളും കൂടി പട്ടാപ്പോലെ നടന്നൊരു വ്യഭിചാരശാല റെയ്ഡ് ചെയ്യാൻ വന്നതാ. അല്ല, ക്യാമറ എടുത്തില്ലേ? നല്ല ബോൾഡായിട്ട് TV കൊടുക്കാമായിരുന്നു. നല്ല ബോൾഡായിട്ട് നിങ്ങളുടെ പടം ഞാൻ TV കാണിക്കും. ഇപ്പോഴല്ല, പിന്നീട്. അന്ന് പക്ഷേ ഈ തലയിൽ തൊപ്പി കാണുമെന്നോ സംശയം. ഒരു സർക്കിളിന്റെ തൊപ്പിയൊക്കെ ഞാൻ വിചാരിച്ചാലും തെറിപ്പിക്കാൻ കഴിയും. നിർത്തലിന്റെ കവലപ്രസംഗം. എന്റെ മുമ്പിൽ നിന്ന് പ്രകടനം നടത്തിയ ഇടിച്ചിന്റെ കൂമ്പുവാട്ടികളെയും. പെണ്ണാണെന്ന് ഞാൻ നോക്കില്ല. എന്താ സാർ തല്ലാത്തത്? തല്ല് പറ്റില്ലല്ലേ? മീന ചെറിയനെ തല്ലാനൊങ്ങുന്ന കൈയൊന്ന് വിറയ്ക്കും. കാരണം ഞാൻ കളിക്കുന്ന പേന കൊണ്ടാ. ലാത്തി കൊണ്ട് കുത്തിയ നോവാത്തിടം പോലും പേന കൊണ്ടൊന്ന് പൂറിയ വേദനിക്കും. പോലീസുകാരും പത്രക്കാരും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന പത്രപ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പഠിച്ച പാഠം. ഒരു കാവൽക്കാരൻ വഴിപിഴച്ച് ജനാധിപത്യത്തെ ജനങ്ങളുടെ മേളിൽ ആധിപത്യമാക്കി പ്രവർത്തിക്കുമ്പോൾ മറ്റേ കാവൽക്കാരന് അടങ്ങിയിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ വാർണിംഗ് തന്നതാ. പ്രയോജനം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. നീ ചെയ്യാവുന്ന ചെയ്യടി, കാണട്ടെ. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക്? ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇമ്മോറൽ ട്രാഫിക് പിടികൂടാനുള്ള അധികാരം DYSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണുള്ളത്. സാധാ സർക്കിളായ തോമസ് ജോസ് സുമി എന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യാൻ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ചത് ഞാൻ അറിഞ്ഞു. എവിടെ കിട്ടാൻ? സാറിന് അറിയില്ലെങ്കിലും സാറിന്റെ തലപ്പത്തുള്ളവർക്കറിയാം. നീന ചെറിയൻ ഏറ്റെടുത്ത കേസിൽ ഇത്രയും ചീപ്പ് നമ്പർ ഇറക്കിയാൽ ചീഞ്ഞ് നാറുമെന്ന്. രാമേശ്വരത്തെ തീർത്ഥക്കുളത്തിൽ 101 മുങ്ങി നിവർന്നാലും ആ നാറ്റം പോവില്ലെന്ന്. നട്ടലുണ്ടേന് ഇവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യും സാറേ. പിന്നെ സാറ് പറഞ്ഞതുപോലെ ക്യാമറയും കൊണ്ടുവന്ന് നല്ല ബോൾഡായിട്ട് ഷൂട്ട് ചെയ്യാം. കളഞ്ഞിട്ട് വാടോ. അല്ല സാറേ, അറസ്റ്റ് തേങ്ങാ കൊല. ഇനി നീ ഇവിടെ നിൽക്കുന്നത് നിന്റെ ജീവന് തന്നെ ആപത്താ. നിനക്ക് പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. വാ. ഇവൾക്ക് വേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. സുമ, ഇവൾ എന്റെ ഫ്രണ്ടാ. കുറച്ചു ദിവസം ഇവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിപ്പിക്കണം. ഇവളുടെ വീട് വിറ്റു. ഡാഡിയും മമ്മിയൊക്കെ സ്റ്റേറ്റ്സിലാ. 1 മാസം കഴിഞ്ഞ് അവര് വരത്തുള്ളൂ. എന്റെ കൂടെ താമസിപ്പിക്കാന്ന് വെച്ചാ അറിയാലോ, രാത്രിയിൽ ഒരു നേരത്തെ ഞാൻ വരാ. ഇവൾ അവിടെ ഇരുന്ന് ബോറടിക്കേണ്ടി വരും. അതിനെന്താ വിരോധം? അവൾ അവിടെ ഇരുന്ന് ബോറടിക്കുന്നതിന് പകരം ഈ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഇരുന്ന് ബോറടിച്ചോട്ടെ, അല്ലേ റോസ്? അതെ. എങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, പോയിട്ട് പിന്നെ വരാം. നേരം വൈകി, ഇനിയിപ്പോ നാളെ പോയാ പോരെ? അത് പറ്റില്ല ആന്റി, ഒരുപാട് തിരക്കുണ്ട്. വരട്ടെ. എനിക്കെന്റെ കുഞ്ഞിനെ മാത്രം മതി. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീര. രണ്ട് മിനിറ്റ് ഈ സീരിയൽ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്താ ഇത്? ഞാൻ റെഡി, എന്റെ ഷർട്ട റെഡിയാവാത്തത്. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? എന്ത് നല്ല സീരിയലായിരുന്നു. ഞാൻ തേച്ചു തരാം. വേണ്ട, തേക്കാതെ ഇട്ടോളാം. ഒരു കാര്യം പറഞ്ഞേക്കാം, അവധിയാണെന്ന് എഴുതി വീടെടുത്ത് തലയടിച്ച് വയ്ക്കരുത്. നമുക്ക് ഇറങ്ങാം സാർ. മാപ്പാനെ ഷോക്ക് അടിച്ച്. ഹലോ,
ഇത് ഞാനാ. ടി വി കണ്ടായിരുന്നോ? വരുന്ന ആഗസ്റ്റ് 15 പ്രോഗ്രാം ഒന്ന്. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അവളാ, ആ നീനയാ എല്ലാത്തിന്റെയും ബ്രെയിൻ. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ചാനലിൽ അന്വേഷിച്ചിരുന്നു. കാസറ്റ് അവിടെ എത്തിയിട്ടില്ല. സ്റ്റുഡിയോയിൽ മിക്സിംഗ് നടക്കുന്നേ ഉള്ളൂ. നാളെ വൈകിട്ട് നീനയും സിദ്ധാർത്ഥനും അതുമായി നേരിട്ട് ചാനലിൽ പ്രസന്റ് ചെയ്യാനാ പരിപാടി. ഇല്ല, ആ കാസറ്റ് അവിടെ എത്തില്ല. ഇത് അനിരുദ്ധനാണ് പറയുന്നത്. മഹേഷ്, എത്രയും വേഗം റാണി ഇവിടെ എത്തണം. വെരി അർജന്റ്. ശരി സാർ. ഹലോ ക്യാപ്റ്റൻ, ഞാനാ. ആ നീന, പറയൂ. കാസറ്റ് എല്ലാം എടുത്തു. സ്റ്റുഡിയോയേക്കാൾ സേഫ് നമ്മുടെ കയ്യിലിരിക്കുന്നതാ. ഓക്കെ, നാളെ തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാം. ശരി. എങ്കിൽ ഒരു 5 മണിക്ക് നമ്മൾ പുറപ്പെടുന്നു. നാളെ 7 മോർണിംഗ് നമ്മൾ പുറപ്പെടുന്നു. MD കണ്ട് കാസറ്റ് കൈമാറുന്നു. ഇന്ന് 10th ആയി. ടെലികാസ്റ്റിന് ഇനി 5 ദിവസമേ ഉള്ളൂ. ശരി, 5 മണിക്ക് തന്നെ പുറപ്പെടാം. രാവിലെ ഷാർപ്പ് 5 o'clock റെഡിയാ നിൽക്കാം. ക്യാപ്റ്റൻ വണ്ടി. ഹലോ നീന. ഹലോ നീന. ഹലോ.